ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വ്ളോഗിൽ ഓർമ്മയുണ്ടോ കരഞ്ഞ് പിഴിഞ്ഞ് എഴുന്നേറ്റത് എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കരച്ചിലിന് പുറകെ ഒരു ഗുഡ് ന്യൂസ് വരുന്നുണ്ടെന്ന്. ആ ഗുഡ് ന്യൂസ് എടുക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അതിന് മുന്നേ ലെറ്റ് മീ ആസ്ക് യു, ആർ യു സ്ട്രഗ്ലിംഗ് വിത്ത് ചാപ്ഡ് ലിപ്സ്? എനിക്കത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നമ്മുടെ ഫേവറേറ്റ് ബ്രാൻഡായ മാമ എർത്ത് ഹാസ് കം അപ്പ് വിത്ത് എ ട്രെമൻഡസ് സൊല്യൂഷൻ കേട്ടോ. അടിപൊളി മോയ്സ്ചറൈസിങ് തെറാപ്പി ലിപ് ബാംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഐ ഹാവ് ഗോട്ട് ടു ഓൺ മൈ ഹാൻഡ്സ്. ഒരു ബീട്രൂട്ട് മോയ്സ്ചർ തെറാപ്പി ലിപ് ബാമും കൊക്കോa മോയ്സ്ചർ തെറാപ്പി ലിപ് ബാമും. ഇതിൽ രണ്ടിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും കേട്ടോ. ബീട്രൂട്ടും ഭയങ്കര രസമാണ്. ഒരു ചെറിയൊരു ടിൻറ്റ് വരുന്നുണ്ട്, റെഡ് ടിൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ഒരു റോസി ലിപ് ഫീൽ തരുന്നുണ്ട്. കൊക്കോ മോയ്സ്ചർ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് തന്നെ നമ്മുടെ ലിപ്സ് ബൈറ്റ് ചെയ്തങ്ങ് എടുക്കാൻ തോന്നും. അത്രയ്ക്കും ആ ഒരു കോഫി ടേസ്റ്റും ഭയങ്കര ഒരു നല്ലൊരു ഫ്രേഗ്രൻസ് ഒക്കെ ഉള്ളത്. ശരിക്കും നമുക്ക് കഴിക്കാൻ തോന്നും, എഡിബിളായിട്ട് കഴിക്കാൻ തോന്നും. അത്രയ്ക്കും അടിപൊളി. ബീട്രൂട്ട് ലിപ് ബാമിനകത്ത് ഹൈലറോണിക് ആസിഡും കൂടെ ഉള്ളതുകൊണ്ട് ലിപ്സ് കുറച്ചും കൂടെ പ്ലംപ് ആയിട്ടിരിക്കും കേട്ടോ. ഈ കൊക്കോ ലിപ് ബാമിനകത്ത് ടിൻറ്റ് ഒന്നുമില്ല, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും. പക്ഷേ കുറെ കൂടെ സ്മൂത്ത് ഫിനിഷാണ്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് കൊക്കോയുടെയാണ് കേട്ടോ. എനിക്ക് ബിക്കോസ് ഐ ലവ് ദ ടേസ്റ്റും അതിൻ്റെ സ്മെല്ലും. സോ നമ്മുടെ ലിപ്സിനെ ത്രൂ ഔട്ട് ദ ഡേ അടിപൊളിയായിട്ട് വെക്കാൻ വേറൊരു ബെസ്റ്റ് ഓപ്ഷൻ ഇല്ല. ഇഫ് യു വോണ്ട് ടു ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ഇറ്റ്, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. The products are available on Amazon, Flipkart and Nykaa. You can also use my code to get discount only on their website. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു അവർ ബിസിനസ്. ഇന്നത്തെ ദിവസം ഇന്ന് ഇത്രയും സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മുഖത്ത് കാണുന്ന സന്തോഷം ആക്ച്വലി ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെയാണ്. ഇപ്പം മനസ്സിലായോ ആരാണെന്ന്? ഇതെല്ലാം എൻ്റെ ഹ്യൂഗോയുടെ പിള്ളേരാണ് കേട്ടോ. ഇതാണ് ഹ്യൂഗോ ക്രോസ് ചെയ്ത ഫീമെയിൽ, ബെല്ല എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ സ്റ്റഡ് പപ്പി നമുക്കുള്ളതാണ്. രണ്ട് മെയിലുണ്ടായിരുന്നു, പിന്നെ ഒരെണ്ണം പോയി. ഒരു മെയിലേ ബാക്കിയുള്ളൂ. എക്സാക്ട്ലി അവനെ പോലെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. ഹ്യൂഗോയുടെ റെപ്ലിക്ക പോലെ തോന്നി. പക്ഷെ ആക്ച്വലി ബ്രിണ്ടിൽ ലൈൻസ് ഒക്കെ കുറവാണ്. ഹ്യൂഗോയുടെ അത്രയും ബ്രിണ്ടിൽ ലൈൻസ് ഒന്നുമില്ല. കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടാണ് ഇവൻ നിൽക്കുന്നത്. പിന്നെ ഇവന് ഹ്യൂഗോയ്ക്ക് ടെയിൽ ഡോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവന് ടെയിൽ ഡോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു ഫീമെയിൽ പപ്പിയാണ് എനിക്ക് കുറെ കൂടെ ഹ്യൂഗോയെ പോലെ തോന്നിയത്. പക്ഷേ നമുക്കുള്ളത് ഈ ഒരു മെയിൽ പപ്പിയാണ്. അപ്പം എനിക്ക് ജസ്റ്റ് കുറേ നാൾ കൊണ്ട് ഇതിനൊന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് കണ്ടുകൊള്ളാഞ്ഞിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ അർജുൻചാൻ്റെ പുറകെ നടക്കുമായിരുന്നു. നമുക്ക് കാണാൻ പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശല്യം സഹിക്കാൻ വയ്യാതെ അർജുൻചാട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴും എനിക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇതിനെ വളർത്താൻ സമ്മതിക്കുമോ അർജുൻചാട്ടൻ അങ്ങനെയൊക്കെ. പക്ഷേ അർജുൻചാട്ടൻ അവിടെ പോയപ്പോഴും എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വേണമെങ്കിൽ നിർത്തിക്കോ, കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം എന്ന് അർജുൻചാട്ടൻ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനൊന്ന് തുള്ളിച്ചാടായിരുന്നു. പക്ഷെ എനിക്കതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്തായാലും രണ്ടും കൽപ്പിച്ച് അവനെ അങ്ങ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. അതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, അവനെ വീട്ടിൽ കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ എത്രയോ നാൾ എനിക്ക് ഉറക്കം കിട്ടാതിരിക്കുമായിരുന്നു. എനിക്ക് ഹ്യൂഗോ പോയതിന് ശേഷം എന്ത് ചെയ്താലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടോ ഒന്നും പറ്റുന്നില്ല. എനിക്ക് ആ വിഷമത്തിൽ നിന്ന് പുറത്തു വരാനേ പറ്റുന്നില്ലായിരുന്നു. ഈവൻ ബർഫി നൈലയൊക്കെ വന്നെങ്കിൽ കൂടി ആ ഒരു കംപ്ലീഷൻ കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ ഇവൻ എൻ്റെ വീട്ടിൽ വന്ന ആ മൊമെൻ്റ് ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, ഇതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഈ കത്തിക്കൊണ്ടിരിക്കണ ഒരു ഹാർട്ടിൽ കുറെ ഐസ് കട്ട എടുത്തിട്ടത് പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സൊന്നും അടങ്ങിയത് ഇവൻ വീട്ടിൽ വന്നപ്പോഴാണ് കേട്ടോ. എൻ്റെ വ്ളോഗിൽ എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്നത് പോലെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇവന് ഞാൻ എന്ത് പേരായിരിക്കും ഇട്ടിരിക്കുന്നതെന്നൊന്ന് ഗസ് ചെയ്യും കേട്ടോ. എന്തായാലും നിങ്ങൾ ഒബ്വിയസ്ലി ഹ്യൂഗോ എന്നുള്ളത് പറയും, പക്ഷെ ഹ്യൂഗോ അല്ല കേട്ടോ. നമ്മൾ ഒരു ഡോഗിൻ്റെ പേര് വേറൊരു ഡോഗിന് എന്തായാലും ഇടൂല. എങ്കിലും ഞാൻ എന്ത് പേരായിരിക്കും ഇട്ടേക്കണമെന്ന് ഗസ് ചെയ്ത് പറയും. അപ്പോൾ എൻ്റെ വ്ളോഗ്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഈ ഒരു ദീവാൻ കോട്ട അറിയായിരിക്കും. ഇവിടെയാണ് ഞാനും ഹ്യൂഗോവും എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഒരുമിച്ചിരിക്കുന്നത് എല്ലാം. അപ്പം പോയതിന് ശേഷം ഞാനത് ഒത്തിരി മിസ് ചെയ്തു കേട്ടോ. റാഡോ ആയിട്ട് അവിടെ വന്നിരുന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിനൊരു ശാന്തി കിട്ടിയത്. ഇതാ കണ്ടോ, രണ്ടെണ്ണം കൂടെ രാത്രി ബെഡിൽ കിടന്ന് ഉറങ്ങുന്നു നോക്കിയേ. ഒരു പപ്പി ബേബിയുടെ കൂടെ ഇങ്ങനെ റേസ് ചെയ്ത് വരുന്നത് കാണാൻ എന്തൊരു രസമാണെന്നറിയാം. ഒരു പപ്പിയും ബേബിയും ഒരുമിച്ച് ഇങ്ങനെ വളർന്നു വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. എൻസോയും മോളും അങ്ങനെ ആയിരുന്നു. അവരുടെ ഒരുമിച്ചാണ് വളർന്നു വന്നേക്കുന്നത്. മോള് നടക്കാൻ പഠിക്കണൊക്കെ മിക്കപ്പോഴും എൻസോയുടെ ദേഹത്തൊക്കെ പിടിച്ചിട്ടാണ് എഴുന്നേക്കുന്നത്. ഇപ്പം കണ്ടോ, പ്ലേ ടെൻറ്റിൻ്റെ അകത്തൊക്കെ പപ്പിയും കൊച്ചും കൂടി ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കൊച്ചു പപ്പിയെ കണ്ടതിന് ശേഷം ഇങ്ങനെ എടുത്തുകൊണ്ട് നടപ്പാണ് കേട്ടോ. ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹിക്കുന്നതും. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയല്ലോ കൊച്ചു ബേബിക്ക്. ഇതെന്തായാലും നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ ഞാൻ പട്ടിക്കുട്ടികളൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്തു. മെയിനായിട്ട് നൈലയും ഹാപ്പിയെ എനിക്കൊന്ന് വാഷ് ചെയ്തെടുക്കണമായിരുന്നു. അവരെ കുളിപ്പിച്ചൊക്കെ എടുത്തു. ഇത് അന്ന് വൈകിട്ട്
വേറെ അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ആ ദിവസം ഇല്ലായിരുന്നു കേട്ടോ. അന്ന് വൈകിട്ട് തൃക്കാർത്തികയാണ്. നമ്മളെല്ലാവരും റെഡിയൊക്കെ ആയി അമ്മ വീട്ടിലേക്ക് വന്നു. അമ്മയുടെ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. വേറെ റിസ്ക് എടുത്ത് സൺഷൈഡിന്റെ മണ്ടയിലൊക്കെ നിന്ന് വിളക്കൊക്കെ വെക്കുന്നുണ്ടോ. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു കേട്ടോ. അനുവാണ് വീടിന്റെ സൺഷെയ്ഡും ടെറസും എല്ലാം ചെന്ന് വിളക്കൊക്കെ വെച്ചത്. അന്ന് തന്നെ അർജുൻ ചേട്ടൻ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ ചേട്ടൻ നേരെ അങ്ങോട്ട് പോയി. നമ്മളെല്ലാവരും അർജുൻ ചേട്ടനെ മിസ് ചെയ്തു കേട്ടോ. പക്ഷെ കുറെ ലേറ്റ് ആയപ്പോൾ പിന്നെ അർജുൻ ചേട്ടൻ വിളിച്ച് പറഞ്ഞു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, വന്നോളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പതുക്കെ വിളക്കൊക്കെ കത്തിച്ചു തുടങ്ങി. ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 നം നിശയൊരു കാർത്തിക വർണ്ണാഭരണം നം തനനം 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 നം കളനൂപുര ശിഞ്ചിതരഞ്ജിതമേളം തനനനനനനന തനനം തൊഴുകൈത്തിരി നെയ്ത്തിരി വിടരും യാമം തനനനനനന തനനം വരമരുളു പൊരുളും ഉയരുമുണരും ദേവി തനനം തനനം നം 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 തം തനനനം തനാനനതം തനനനം തം തനനനം തനാനനതം തനനനം വരലക്ഷ്മി കോലം വരയുന്ന നേരം തളിരിളം ചുണ്ടിൽ ഉയരുന്നു മന്ത്രം കാർത്തികരാവിൻ കന്മദഗന്ധം ചാർത്തി ദേവി താരുങ്ങി താരണിത്താഴ്വര ചിരി തൂകി തഴുകി ഒഴുകി ഇളം തെന്നൽ പഞ്ചമരാഗം സഞ്ചിത താളം നിൻ കാൽച്ചിലങ്കകൾ നാദവീചികൾ തിരുതിരു കിലുകില ചില ചില ദേവീതം തനനനം തനാനനതം തനനനം തം തനനനം തനാനനതം തനനനം ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 നം നിശയൊരു കാർത്തിക വർണ്ണാഭരണം. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ തൃക്കാർത്തിക ദിനത്തെ സെലിബ്രേഷൻസ് ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചത്? അടിപൊളിയായിരുന്നോ? പിന്നെ ഇത് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. എത്രയോ കാലം കൊണ്ട് എൻ്റെ അമ്മയോട് എത്ര മക്കളാണെന്ന് ചോദിച്ചാൽ അമ്മ 2 മക്കളെന്നേ പറയുള്ളേ. ഞാനും ഗുരുവായൂരപ്പനാണ് മക്കളെന്നാണ് അമ്മ എപ്പോഴും പറയുന്നത്. അപ്പം കൊച്ചിലെ തൊട്ടേ ഗുരുവായൂരപ്പനാണ് എൻ്റെ ബ്രദർ എന്നിങ്ങനെ പറഞ്ഞാണ് അമ്മ വളർത്തുന്നത്. അപ്പൊ അമ്മയുടെ വീട്ടിലിരിക്കുന്ന വിഗ്രഹത്തിന് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 21 വയസ്സായി കാണും കേട്ടോ. 21 വർഷമായി കാണും. അത്രയും നാൾ അവനാണ് ബ്രദർ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ആ വിഗ്രഹമായിട്ട് ഇങ്ങനെ ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടിങ് പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവൻ അമ്മയുടെ വീട്ടിലാണ്, എൻ്റെ വീട്ടിൽ മണിക്കുട്ടിയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞിട്ട് ഇവന് ഞാനിത് ചെയ്തു കൊടുക്കണ്ടേ. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോഴാണ് മണിക്കുട്ടിക്ക് ഞാൻ ഈ ഇതൊക്കെ ചെയ്ത് സ്വീറ്റ്സ് ഒക്കെ വായിലൊക്കെ വെച്ച് കൊടുത്തത്. കാർത്തികയ്ക്ക് വിളക്ക് വെച്ചാൽ നമുക്ക് ബ്രദർ പണം തരണം എന്നാണ് കേട്ടോ. അപ്പം ഞാനൊരു 1 കോടി രൂപ ചോദിച്ചിട്ടുണ്ട്. നോക്കാം മണിക്കുട്ടി തരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം എന്തായാലും ആശമ്മയുടെ ചേട്ടനെ ആശമ്മ മനസ്സിലാലോചിച്ചത് അവിടെ മണിക്കുട്ടിക്ക് വേണ്ടി വിളക്ക് വെച്ചിട്ടുണ്ട്. ആശമ്മയുടെ ചേട്ടനായിട്ട് ആശമ്മ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ ആശമ്മയുടെ ചേട്ടനെയാണ് ആശമ്മ പറയുന്നത്. അമ്മയുടെ പേര് പോലും ആശമ്മ 2ാമതേ പറയുള്ളൂ. അപ്പം ഞങ്ങളെല്ലാം അന്ന് ആശമ്മ കുറച്ച് ഇമോഷണലൊക്കെ ആയി. എന്തായാലും തൃക്കാർത്തിക ഞങ്ങൾ നല്ല ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ എനിക്ക് അർജുൻ ചേട്ടനും കൗമുദി TV-യുടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ റെഡിയായി കോവളം സൈഡിലാണ് പോയത്. എനിക്ക് പോകുന്ന വഴിക്ക് ഹെവി കാർ സിക്നസ് ആയിരുന്നു, നോസിയൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഗ്ലാമറൊന്നും പോയില്ല, പിടിച്ചു നിന്നു. എന്തായാലും നല്ലൊരു ലൊക്കേഷൻ. അവിടെ വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റ് എല്ലാം ഭയങ്കര കോർഡിയൽ ആയിട്ടുള്ള ആൾക്കാർ, നല്ല രസമുണ്ടായിരുന്നു.
അപ്പോൾ എനിക്കിവിടെ വന്ന് സ്റ്റേ ചെയ്യാനായിട്ട് തോന്നി കേട്ടോ ഈ ഒരു സ്ഥലം കണ്ടപ്പോഴത്തേക്ക്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഒരു കോട്ടേജിന് 7,000 റുപ്പീസ് എന്തോ ആണ്. 3 to 4 മെമ്പേഴ്സിനൊക്കെ വന്ന് താമസിക്കാൻ തോന്നുന്നു. ഒരു പ്രൈവറ്റ് ബീച്ച് പോലെയാണ്, നല്ല രസമുണ്ട്, ഭയങ്കര ശാന്തത. അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഷിപ്പൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനത് അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് പോകുന്നത് ഇങ്ങനെ കണ്ടു, വലിയൊരു ഷിപ്പ്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാർഗോ ഷിപ്പ് പോകുന്നത് കാണുന്നത്. പിന്നെ പോകുന്ന വഴിയൊക്കെ കണ്ടോ, ഇങ്ങനത്തെ പ്ലാൻസ് ഒക്കെ ഭയങ്കര രസമായിട്ട് സ്വന്തമായിട്ട് ഒരു ഓർഡറിലും ഓർഗനൈസ്ഡ് ആയിട്ട് അങ്ങ് വളരുവാണ്. അപ്പം നല്ല ഇങ്ങനത്തെ ഒരു വഴിയാണ് പോകുമ്പോൾ നമുക്ക് കാറിലല്ല ആ റിസോർട്ടിലേക്ക് എത്താൻ പറ്റുന്നത്, ഇതുപോലെ ഒരു കാടിൻ്റെ സ്ഥലത്ത് കൂടി ഇങ്ങനെ നടന്നാണ് നമുക്ക് എത്താൻ പറ്റുന്നത്. എന്തായാലും നല്ല വൈബുള്ള ഒരു സ്ഥലം. തിരിച്ചു വന്നപ്പോൾ കൊച്ചു ബേബി ഇച്ചിരി മൂഡ് ഔട്ടായിരുന്നു ഞങ്ങളെ കാണാത്തത് കൊണ്ട്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ആശമ്മയുടെ ബർത്ത്ഡേ ആണ്. ഒപ്പം ആശമ്മയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശമ്മയുടെ അമ്മയ്ക്ക് ഒട്ടും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിപ്പോയി. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ആശമ്മയ്ക്ക് അങ്ങോട്ട് അത്രയ്ക്കും ഒന്നും ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. ബട്ട് സ്റ്റിൽ നമ്മളെല്ലാവരും കൂടി ഒരു ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ലഞ്ച് കഴിച്ചിട്ട് ആശമ്മ നേരെ കൊച്ചിയിലോട്ട് പോവാണ് അമ്മയെ കാണാനായിട്ട്. അപ്പം അതാണ് ഒരാളുടെ മുഖത്ത് ചിരിച്ച് ഡള്ളായിട്ടിരിക്കുന്നത്. ഞങ്ങൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് സുപ്രീം ഹോൾ സ്പൈസ് ഇല്ലേ, അവിടെയാണ് പോയത്. ആശമ്മ ഒരു ബിരിയാണി, ഞാനൊരു സാൻഡ്വിച്ച്, അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചു. ആദ്യം കൊച്ചുബേബി ഉറക്കമായിരുന്നു, പിന്നീട് എഴുന്നേറ്റു. അതിനുശേഷം നമ്മൾ ആശമ്മയ്ക്ക് ബായ് ഒക്കെ പറഞ്ഞു. കൊച്ചുബേബിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ആശമ്മയെ വിടാൻ. പിന്നെ ആശമ്മ കൺവിൻസ് ചെയ്തെടുത്തിട്ട് അങ്ങും പോയി കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇത്തവണത്തെ വീക്ക്ലി വ്ളോഗിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ് കേട്ടോ. ഇന്ന് കൊച്ചുബേബിയുടെ സ്കൂൾ ഓപ്പൺ ഹൗസ് ആണ്. ഇതെൻ്റെ ഫസ്റ്റ് PTA മീറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത്രയും കാലം നമ്മുടെ സ്കൂളിൽ ഓപ്പൺ ഹൗസിന് പേരൻസ് വന്ന ആ ഒരു ശീലമല്ലേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മോളുടെ PTA മീറ്റിങ്ങിന് വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പോയി ആളെ പറ്റി നല്ല അഭിപ്രായമൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്. ഭയങ്കര കൈൻഡാണ്, നല്ല കുട്ടിയാണ്, സോഫ്റ്റ് നേച്ചറാണ്, വളരെ ഒബീഡിയൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ഞെട്ടി. എൻ്റെ കഴിഞ്ഞ വീക്ക്ലി വ്ളോഗ് കണ്ടപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, പാറുവിൻ്റെ അച്ചുക്കുട്ടന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും മോൾക്കും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബീൻ ബാഗ് അവൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതുവരെ അത് പൊട്ടിക്കുകയോ അത് സെറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് പുള്ളിക്കാരിയുടെ ക്ഷമ നശിച്ച് സ്വന്തമായിട്ട് ആ പെട്ടിയും വരച്ചുകൊണ്ട് പപ്പയുടെ അടുത്തോട്ട് പോയി പറയാണ് കേട്ടോ, എനിക്കത് പൊട്ടിച്ച് വെച്ച് തരുമോ എന്ന്. അങ്ങനെ പപ്പ ഇതിന് മെനക്കെട്ട് നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ ഈ ബീൻ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യണത്. ഇതൊരുമാതിരി തെർമക്കോളിൻ്റെ ടൈപ്പ് ഒരു ബീൻസാണ് കേട്ടോ. ഇത് പറക്കുന്നു, തറയിലൊട്ടുന്നു, കയ്യിലൊട്ടുന്നു, ഒരു വല്ലാത്ത മേളമായിരുന്നു. ഇതൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തറയുടെ ക്ലീനിങ്ങേ ഒരു വിഷയമായിരുന്നു. എന്തായാലും നമ്മുടെ ജൂനിയർ ഹ്യൂഗോ വന്നതിന് ശേഷം നമ്മളുടെ വീട് കുറച്ചും കൂടെ ഹാപ്പിയായി. സോ ഇപ്രാവശ്യത്തെ വീക്ക്ലി വ്ളോഗിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ്. വേറെ അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വ്ളോഗ്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ലവ് യു ഗൈസ് സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.